ഖത്തറിലൊരു ലോങ് ഡ്രൈവ് ഒക്കെ പോയിട്ടുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊറോണയുടെ ഒക്കെ ആ സമയത്ത് ഒരുപാട് ബീച്ചുകളിലും ചെറുതായ ടൈമില് കൊറോണ ടൈമിലാണ് നമ്മള് ഖത്തർ ബീച്ചൊക്കെ എക്സ്പ്ലോർ ചെയ്തത്. ഓക്കെ, ബേബിയുടെ ബീച്ച് ഡ്രസ് അത് പുതിയത് വന്നതാണ്. അപ്പൊ അതാണ് ഇപ്പൊ പറയുന്നത് ബേബി. അതവൾക്ക് ഫോട്ടോഷൂട്ട് ഉണ്ട്, കൊളാബ് വന്നിട്ടുള്ള ഡ്രസ്സാണത്. അപ്പൊ അതിന്റെ പരിപാടി ഉണ്ട്. അപ്പൊ നമുക്ക് ശരിക്കും ഹാനി ചെറുതായിരിക്കുന്ന സമയത്താണ് നമ്മൾ അത്രയധികം ലോങ് ഡ്രൈവും ബീച്ചുകളിലൊക്കെ പോയിരുന്നത്. പിന്നെ പോവാറൊക്കെ ഉണ്ട് ബീച്ചിലൊക്കെ, പക്ഷെ ഇതേപോലെ ലോങ് ഡ്രൈവ് ഒന്നും അങ്ങനെ പോയിരുന്നില്ല. അപ്പൊ ഇന്നത്തെ പ്ലാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ഒരു ലോങ് ഡ്രൈവ് ആണ്. അതിൻ്റെ ബീച്ചിൽ പോയിട്ട് ബേബിയുടെ ഒരു ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്, 2 മണിക്ക് ഇറങ്ങി. അപ്പോൾ ഒരു 3 മണി ഒക്കെ ആകുമ്പോഴേക്കും അവിടെ എത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് 4 മണിയാവും എത്തുമ്പോൾ 1.5 മണിക്കൂർ. ശരി. അപ്പോൾ അവിടെ എത്തി ഫോട്ടോ ഒക്കെ എടുത്ത് ബീച്ചിലൊക്കെ ഒന്ന് കുളിച്ച് ഓക്കെ. അപ്പോൾ അവിടെ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളെ കാണാം. ലോങ് ഡ്രൈവ് ആണ്. അപ്പം നിങ്ങൾ പോകുന്ന റോഡൊക്കെ കാണിച്ച് പിന്നെ അധികം ബോറടിപ്പിക്കുന്നില്ല, എങ്കിലും കുറച്ച് പ്രധാനപ്പെട്ടെന്നുള്ള കാണുന്നതിലൊക്കെ നമ്മൾ അതിനെ കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമുക്ക് പോവാം. എല്ലാവരും സെറ്റ് അല്ലേ? യെസ്. അപ്പം നമ്മൾ ബീച്ചിൽ കുളിക്കാനുള്ള ഡ്രസ്സുകൾ, ബാക്കി പോകുന്ന സമയത്ത് സ്നാക്സ് കഴിക്കാനുള്ള ചിപ്സ് അങ്ങനെ എല്ലാം വാങ്ങിച്ച് സെറ്റാക്കി വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, പോകുന്ന സമയത്ത് 2 ബോട്ടിൽ വെള്ളം, കാരണം അവിടെ കുറച്ച് ലോങ്, അവിടെ ഷോപ്പ് കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളെല്ലാം വാങ്ങിച്ച് സെറ്റാക്കി വെച്ചിട്ടാണ് പോകുന്നത്. അപ്പം ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറെ ഷോപ്പിങ്ങിന് കയറേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം എല്ലാവരും സെറ്റ് അല്ലേ? ഓക്കെ. 300 meters. Turn right on Jaber bin Hayan Street. ഓക്കെ, അപ്പം നമ്മളൊരു യാത്ര പോകുന്ന സമയത്ത് അത് വണ്ടിയിലായാലും ഫ്ലൈറ്റിൽ പോകുന്നുണ്ടെങ്കിലും നമ്മൾ ഖത്തർ എയർവേസിലൊക്കെ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് ഓതുന്നത് കേൾക്കാറില്ലേ? അപ്പം അതാണ് കാരണം, നമ്മളൊരു യാത്ര പോകുന്ന സമയത്ത് ഫസ്റ്റ് ഓതേണ്ട സാധനം എങ്ങനെ പോകുന്നുണ്ടെങ്കിലും ഓതേണ്ട ദുആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് പ്രാർത്ഥിച്ചിട്ട് നല്ല കാര്യത്തിന് തുടങ്ങാം. ഓക്കെ, എല്ലാ ഇതിലും നമുക്ക് രക്ഷ വേണ്ടേ? ഓക്കെ, അപ്പോൾ ബി സേഫ്. ഓക്കെ, സേഫായിട്ട് ഡ്രൈവ്. Turn right on Jaber bin Hayan Street. വീട്ടിൽ നിന്ന് ഇറങ്ങണ സമയത്ത് 1 മണിക്കൂർ എനിക്ക് ഒരു 78 കിലോമീറ്ററോളായിരുന്നു. ഇപ്പൊ നമ്മൾ ഓടി ഓടി ബാക്കിലേക്കാണ് ഓടുന്നത്. ഇനിയിപ്പോ അവിടെ താന് 103 കിലോമീറ്റർ ഉണ്ട്. ഒന്നും പറയണ്ട. അതിന്റെ ഇടയിൽ നമ്മള് വെയ്സ് ഡൗൺലോഡ് ചെയ്തിട്ട് വെയ്സ് ആയിട്ടുണ്ടായിരുന്ന ലൊക്കേഷൻ, പക്ഷെ നെറ്റ് കിട്ടാതായപ്പോ എന്തായി, വെയ്സ് ഒക്കെ അതിന്റെ പണിക്ക് പോയി. ലാസ്റ്റ് ഇപ്പൊ നമ്മള് തിരിച്ച് പഴയ നമ്മളെ ഗൂഗിൾ മാപ്പിൽ തന്നെ മതം വെച്ചിട്ടാ പോകുന്നത്. അപ്പോഴാണ് നമ്മളൊരു അബദ്ധം മനസ്സിലാക്കിയത്, നമ്മൾ നേരെ ഓപ്പോസിറ്റാ പോയിരുന്നല്ലേ. അപ്പൊ നമുക്ക് വീണ്ടും തിരിച്ചു പോവാം. നേരത്തെ ഇറങ്ങിയതുകൊണ്ട് നന്നായി, ഇഷ്ടം പോലെ സമയമുണ്ട്. ഒരു 5 മണിക്കെങ്കിലും നമ്മളവിടെ എത്തുന്നു പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷിക്കാം. ഇവിടെ ബാക്കിലവന്മാര് പോപ്കോൺ ഒക്കെ കഴിക്കലാക്കി. ഞാനുണ്ടാക്കിയ സ്പെഷ്യൽ കാരമൽ പോപ്കോൺ ആണ്. എങ്ങനെയുണ്ട് ജാലോ? ബേബി എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടാ? നമ്മളിപ്പോ ശരിക്കും മരുഭൂമിയിലൂടെയാണ് പോണെന്ന് പറയാൻ പറ്റില്ല. നല്ല സ്പീഡിൽ 120 സ്പീഡിലാണ് പോകുന്നത്. പക്ഷെ നമ്മളെ റൈറ്റ് സൈഡില് കുറെ പച്ചപ്പ് കാണുന്നുണ്ട്. കൃഷി ചെയ്യുന്ന എന്തോ സ്ഥലങ്ങളാണ് തോന്നുന്നുണ്ടല്ലേ? കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. പക്ഷെ നമ്മള് ഫോണിൽ കൂടെ അധികം അങ്ങനെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. കുറച്ച് തടസ്സങ്ങൾ, കാരണം അത് കുറച്ച് പൊക്കത്തായിട്ടാണ് കിടക്കുന്നത്. നമ്മളിപ്പോ 120 സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പുറത്തുള്ള കാഴ്ചകൾ കറക്റ്റ് എടുക്കാൻ പറ്റില്ല ക്യാമറയിൽ, കാരണം അത്രയും ബ്ലറാവും പുറത്തുള്ള കാഴ്ചകൾ. വണ്ടിയിൽ ആ സൗണ്ട് വരുന്നത് 120 സ്പീഡിൽ കൂടുതൽ പോകുന്നതുകൊണ്ടാണ്. അവർ ലിമിറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. കാണുന്ന എക്സിറ്റ് 70, എക്സിറ്റ് 17 നമ്മള് 70, എക്സിറ്റ് 70 അത് നമ്മൾ റൈറ്റ് കയറി ഉടനെ തന്നെ വീണ്ടും റൈറ്റ് ആണ്.
ഇംഗ്ലീഷുകാരനെ പഠിക്കണ എങ്ങനെ മനസ്സിലായി? മനസ്സിലാവും. എന്നെ കണ്ടാൽ എന്തായിട്ട് തോന്നും? അയാളെ പ്രത്യേകിച്ചൊന്നും പറയില്ല. ക്യാമൽ നോക്കുന്ന ആൾ തന്നെയാണ്. കണ്ടാ, ക്യാമൽ ക്യാമൽ ബേബി, ഇറ്റ്സ് ക്യാമൽ ബേബി, ഇറ്റ്സ് ക്യാമൽ. അവിടെ അതിനത് കാണാനുള്ളതല്ലേ. നമ്മൾ ഇനിയും അരമണിക്കൂറോളം ഡ്രൈവ് ബാക്കി കിടക്കെ. അപ്പൊ നമ്മൾ വീണ്ടും പോവാണ്. ഇപ്പൊ നമ്മളെ സ്പീഡ് കുറഞ്ഞില്ലേ, 60 ആയി. ഓ, നമ്മളിപ്പോ ഇവിടെ റൈറ്റ് കയറാനുള്ളത് കാണിക്കുന്നുണ്ട്. ഓക്കെ, മെല്ലെ മെല്ലെ റൈറ്റ് കയറാം. ഗൈസ്, ഇനി അങ്ങോട്ട് ഓഫ് റോഡ് ഡ്രൈവ് ആണ്. ഓഫ് റോഡ് ഡ്രൈവ്. ഓഫ് റോഡ് നമ്മള് മുമ്പ് മറ്റേ ഇതിന്റെ ബീച്ചിലേക്ക് പോകണമെങ്കിൽ കുറെ ഓഫ് റോഡ് പോയില്ലേ. ജബൽ ഫുവൈരിത്തില്. ജബൽ ഫുവൈരിത്തിൽ ഏറ്റവും കൂടുതൽ ഓഫ് റോഡ് പോയിട്ടുള്ളത് അതിനല്ല. ശരിക്കും നമ്മള് മുമ്പ് ഈ യുനെസ്കോയുടെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, മറ്റേ ഖത്തറിന്റെയും ബഹ്റൈന്റെ ഒക്കെ ബോർഡർ കാണാന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോയപ്പോ അത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു. അതാണ് ഏറ്റവും വലിയ ഓഫ് റോഡ് നമ്മൾ പോയത്. അത് റോഡൊന്നും ശരിക്കും ഉണ്ടായിരുന്നില്ല, പാറയുടെ മുകളിൽ കൂടെ ഒക്കെ പോയെന്ന് പറയാം. നമ്മള് അത്രയും ഇതിലാ പോയത്. ആ സമയത്ത് കൊറോണ ടൈം ആയിരുന്നു, നമുക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് പോവാം. എല്ലാ വീക്കിലും ലോങ് ഡ്രൈവ് ആയിരുന്നു. അങ്ങനെയായിരുന്നു അന്നത്തെ സമയം. അന്ന് ബേബി ഇല്ല, ഹാനിയാ ചെറുത്. ഇല്ല, അവളിപ്പോ ആ വ്ളോഗ്സ് ഒക്കെ ടിവിയിൽ ഇരുന്ന് കാണാറുണ്ട്. സൗദി അറേബ്യ എത്തിയിട്ടില്ല സാനി. സൗദി അറേബ്യ കാണില്ലല്ലോ. ആ, ഫുള്ള് പൊടിയാണ്. ഈ മരുഭൂമി ഫുള്ള് ഫോറസ്റ്റ് ആണെന്ന് പറഞ്ഞ വേണ്ട, ചിരിക്കണ്ട. ഞാൻ പൈസ കൊടുത്ത് വെച്ചുള്ളതാ, ചിരിക്കണ്ട. പൈസ കൊടുത്ത് വെച്ചുള്ളതാണ്. എന്ത് പൊട്ട കോമഡി പറഞ്ഞാലും ചാലിച്ചിരിക്കൂ. മാസം പൈസയാണ് അതിന്. ആ, ഒരു കോമഡി പറഞ്ഞോ? എല്ലാം അടിച്ചു കഴിഞ്ഞ് ഇനിയിപ്പോ ഏതെങ്കിലും ചളി അടിക്കണം പറഞ്ഞ തന്നെ വീണ്ടും പറഞ്ഞാലും ചിരിക്കും. ഈ മരുഭൂമി ഫുള്ള് ഡെസേർട്ട് ആണല്ലോ. ചളി കഴിഞ്ഞാലുണ്ടല്ലോ എന്തും നടക്കും. ഞാൻ പവർ വരുത്തിയതാ, പൈസ കൊടുത്ത് വെച്ചിരിക്കുക. ഞാൻ എന്ത് ചളി അടിച്ചാലും ചിരിക്കാൻ വേണ്ടിട്ട്. മാസത്തെ ശമ്പളം കഴിഞ്ഞ മാസം ശമ്പളം കൊടുത്തു. ശമ്പളം കിട്ടിയടാ അതിന്റെ. പക്ഷെ ഷിമിക്ക് പൈസ ഒന്നുമില്ല, ഷിമി ഫ്രീ ആയിട്ടാ. പ്രോപ്പർ ഇൻകം ഉണ്ട്. അതെ, പ്രോപ്പർ സാലറി ഉള്ള ആളാപ്പോ. മനുഷ്യൻ വരില്ല ഇവിടെ സഹായിക്കാരി. സംഭവം ഈ റോഡൊക്കെ നല്ല ത്രില്ലിംഗ് റോഡാണ്. അതെ, ഓഫ് റോഡ് ഡ്രൈവ് ഇഷ്ടമുള്ളവർക്ക് സുഖമായിട്ട് വരാൻ പറ്റിയ അടിപൊളി സ്ഥലമാണെന്ന് പറയാം. നല്ല രസമുണ്ട്. ഫുള്ള് ഓഫ് റോഡാണ്. ബീച്ച് എത്താൻ ഇനിയും 15 മിനിറ്റ് ഉണ്ട്. നമ്മളെ വിട്ടിച്ച് ഒരു സാധനം, ഒരു മനുഷ്യനില്ലാന്ന് തോന്നുന്നുണ്ട് ബീച്ചില്. ബ്ലാക്ക് കളർ ഇത് കാണുന്നുണ്ട്. അത് പറഞ്ഞ ശരിയാണെന്ന് അറിയില്ല. ബ്ലാക്ക് കളർ ഇതേ കാണുന്നു. അല്ല, മറ്റേ ആള് നേരത്തെ വഴി തെറ്റി വന്ന ആളുണ്ടല്ലോ, ഈ കുന്നൊക്കെ ചാടിച്ചു വരേണ്ടി ആ വഴി വരണ്ടൊക്കെ. ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞാല് നമ്മളെ വെട്ടിച്ചു പോകും. ഗൈസ്, ഇവിടെ വരുമ്പോ നമ്മൾ കറക്റ്റ് ആയിട്ട് മാപ്പ് നോക്കിട്ട് തന്നെ വരണം, ഇല്ലേ നമ്മൾ പെട്ടുപോകും. കാരണം കൂടുതൽ 1.5 മണിക്കൂറോളം ഓഫ് റോഡ് ഉണ്ട് അല്ലേ? കൂടുതലുണ്ട് ഓഫ് റോഡ്. ബീച്ച് കണ്ടപ്പോ ഇത്ര നേരം ഞങ്ങളുടെ പിന്നാലെ വന്നിട്ടുണ്ട്. വഴി തെറ്റിട്ട് അപ്പുറത്ത് പോവുകയും ചെയ്തു, തിരിച്ചു ഇത് കാര്യമില്ല. മറ്റൊരു വണ്ടി വഴി തെറ്റി അവര് ബാക്കിലില്ലടാ.
ഗൈസ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ബ്ലാക്ക് കളർ ക്യാമൽസിനെ അതെ കാണുന്നത്. ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത്രയും കൊല്ലം എനിക്ക് എത്ര കൊല്ലമായി ഖത്തറിൽ? 20 കൊല്ലം. 20 കൊല്ലായി. കണ്ടാ ഗൈസ്, 20 കൊല്ലം ഖത്തറിലുണ്ടായിട്ടും ഞാൻ വേണ്ടി വന്നു ബ്ലാക്ക് കാണുന്നു. ബ്ലാക്ക് ക്യാമൽസ് നമ്മുടെ അടുത്ത് പുല്ലുണ്ടോ കൊടുക്കാന്? ഇല്ല. ചിപ്സ് കൊടുക്കാനില്ല. ബ്ലാക്ക് ക്യാമൽസ് റെയർ അല്ലേ? സാധാരണ നമ്മള് ബ്ലാക്ക് അല്ലല്ലോ കാണാറ്, ബ്രൗൺ അല്ലേ? പല ടൈപ്പ് ഓഫ് ക്യാമൽസ് ഇവിടെ ഉണ്ട്, എല്ലാ വെറൈറ്റിയും. നമ്മൾ ബീച്ച് കണ്ടു കഴിഞ്ഞാലും പിന്നെയും കൊറേ ദൂരം വണ്ടി ഓടിക്കണം. ഇനിയും ഇപ്പൊ കാണിക്കുന്നത് ഒരു 5 മിനിറ്റ് വണ്ടി ഓടിക്കണം. പബ്ലിക് ബീച്ച്. നമുക്ക് ആ സൈഡിലേക്ക് പോകണോ ഈ സൈഡിൽ പോകണോ? അങ്ങനെയല്ല, അവിടെ ആ സൈഡിൽ പാർക്ക് ചെയ്യാം. അവിടെ ആകുമ്പോ ഈ പ്ലേ ഏരിയയിലും കളിക്കാം, ആ ഏരിയയിലും കളിക്കാം. ഇവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. സെക്യൂരിറ്റി നോക്കുന്നൊക്കെ ഉണ്ട്, ഫാമിലി ആണോ എന്നൊക്കെ. അതെ, പക്ഷെ ഇത് പബ്ലിക് ആണല്ലോ, അത് ഫാമിലിന്ന് അങ്ങനെ എഴുതിയിട്ടൊന്നും കണ്ടില്ല. പക്ഷെ പിന്നെ ഇവിടെ ഫുള്ള് ഫാമിലിയിൽ മാത്രമേ ഉള്ളൂ ഇവിടെ. എനിവേ നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. ഇവിടെ തന്നെ പാർക്ക് ചെയ്യല്ലേ? അവന്മാര് നമ്മളൊരു ബന്ധമില്ലാത്ത പോലെ 3 ആളും പോണ്ട്. ഡാ ബോൾ എടുത്തില്ല. ആ അയ്യോ, വെള്ളത്തിൽ കളിക്കണ ബോളല്ലേ, കിട്ടൂല. അല്ല, എനിക്ക് ബേബിയുടെ ഫോട്ടോ എടുക്കണായിരുന്നു ആ ബോള് പിടിച്ചിട്ട് വെള്ളത്തില്. ചാലൊന്ന് പോയി എടുത്തിട്ട് വാ. അനി പോയി എടുക്കോ? വണ്ടി ലോക്ക് ഇട്ടിട്ട് ബോൾ എടുക്കാൻ പോവാണ് രണ്ടാമത്. ഞങ്ങൾ വരുമ്പോ 2 കാറാണ് ഞങ്ങളെ ഫോളോ ചെയ്ത് വന്നിരുന്നത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് സാറ്റർഡേ ആയ കാരണം കാര്യമായിട്ട് ആൾക്കാരൊന്നും ഉണ്ടാവൂല എന്ന്. പക്ഷേ അതൊരു തെറ്റായ ധാരണയായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ അത്യാവശ്യത്തിന് കാറുകളും അത്യാവശ്യം ഫാമിലീസ് ഒക്കെ ഉണ്ട്. ആരാ ചെരുപ്പിടാവോ? ഏതോ ഒരു കുട്ടി ഇവിടെ ചെരുപ്പ് ഉപേക്ഷിച്ചിട്ട് പോയി. ചെരുപ്പാണ് നിനക്ക് കേട്ടോ. ഇങ്ങനെ ചെരുപ്പിടാൻ അറിയില്ല അവൾക്ക്. ഇങ്ങനെ ചെരുപ്പിട്ടിട്ടുണ്ടാ? ഇല്ല, അതാണ് അറിയാത്തത്. No, this finger here, baby. Like this. Okay. Okay, okay, okay. Yes. അവള് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ ചെരുപ്പ് ഇടുന്നത്. കാരണം അറിയില്ല, അതുകൊണ്ട് കണ്ട കണ്ണിക്കാക്കല്ലേ. ഓ ഗൈസ്, ഇവിടെ നല്ല തെളിഞ്ഞ വെള്ളാണ്. അവരുടെ ഇവിടെ ബോള് തട്ടി കളിക്കാണ്. ഇവിടെ കുറേ ഫ്രണ്ടിക്ക് പോയി കുറച്ചങ്ങോട്ട് പോയിട്ടാണ് ഇത്തിരി ആഴമുള്ള വെള്ളമുള്ളത്. കാരണം ഇവിടെ ഒക്കെ ഇത്രയേ വെള്ളമുള്ളൂ. ഇറതേ സാൻഡ് കാസിൽ ഉണ്ടാക്കണം എന്നും പറഞ്ഞിട്ട് ഇക്കാനായിട്ട് പോയി. അവര് 3 പേരും അവിടെ കുളിക്കാണ്. ബേബിയുടെ ക്യാഷിൽ ഉണ്ടാക്കാണ്. ഇക്ക കുളിക്കാൻ പോവാ. ഇക്കാക്ക് എക്സ്ട്രാ ഡ്രസ് ഇല്ല. ഇല്ല. അല്ല, ഞാൻ കുളിക്കണില്ലല്ലോ, അപ്പൊ ഇക്കയും കുളിക്കണ്ടെന്ന് വിചാരിച്ചു.
ഷർട്ട് ഇല്ലാണ്ട് വണ്ടി ഓടിച്ചാലും പോവും. നമുക്ക് ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ കയറണ്ടേ? ഷർട്ട് ഇല്ലാണ്ടില്ല പുള്ളിയാണ് സംഭവം ഇവിടെ. ഫസ്റ്റ് അവള് ഇരുന്നത് നനവില്ലാത്ത മണ്ണായിരുന്നു. ഇപ്പതേ ഇവിടെ വന്നിട്ട് ഉണ്ടാക്കണ്ട. ബേബി എന്താ ഉണ്ടാക്കണേ? യു വാണ്ട് സം വാട്ടർ? ഓക്കെ, ഐ വിൽ ടേക്ക്. ബോയ്സ് ടീം 4 ആളും അവിടെ വെള്ളത്തിലാണ്. ഓക്കെ, റെഡിയായാ? ഓക്കെ, റെഡി? ആ ഓക്കെ, ചെക്ക്. ഓ നോ. സാനി കേറി. അവിടെ തീരെ നനവില്ല, മണ്ണിന് പറ്റില്ല. സാനി വന്നിട്ട് അത് കോളാക്കി ഗൈസ്. ഞാൻ ഇനി സാനി പോയി വെള്ളം എടുത്തിട്ട് വന്നോ. ആ സാനിയില്ലേ കേച്ചാലും ദോ അവിടെ രണ്ടാളും കൈവീശി കാണിക്കുന്നുണ്ട്. വലിയ ആഴമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ഇത്ര ദൂരം നിൽക്കണ കാണുമ്പോ ഭയങ്കര ആഴത്തിലാന്നൊന്നും വിചാരിക്കണ്ട. വലിയ ആഴമൊന്നുമില്ല. ആ, ഷീസ് മേക്കിംഗ് പിസ്സ. പിസ്സ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. Hey Zani, what are you doing? നമ്മളൊരു മൗണ്ടൻ ഉണ്ടാക്കി അതിന് നമുക്ക് സർക്കിൾ ആക്കി അതിനുള്ള വെള്ളം ഞാൻ യൂട്യൂബിൽ കണ്ടതാ. നമ്മ മണ്ണുണ്ടില്ലേ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കും മൗണ്ടൻ പോലെ. അതിന് ഇവിടെ ഇങ്ങനെ ആക്കിയിട്ട് ഇതിനുള്ള വെള്ളിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ബൗൾ വെക്കും. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. ഹാനി വെള്ളം കൊണ്ട് വരുന്നുണ്ട്. ബേബി എന്താ ഉണ്ടാക്കണേ? ഓക്കെ, അതെ. ഇങ്ങോട്ട് വരാൻ ഞാൻ ട്രിക്കിയാണ്. എനിക്കറിയൂടെ നമ്മ ഒരു ബിഗ് മൗണ്ടൻ ഉണ്ടാക്കിയിട്ട് അതിന് മേലെ വെള്ളം ഒഴിക്കും. ചെയ്യാറല്ലോ അത് വരുന്നില്ല അതിന്റെ ഉള്ളിൽ. ഇനി വെള്ളം ഒഴിച്ച് നോക്ക്. ആക്ച്വലി ഇന്ന് ബേബിക്ക് ഈ ഡ്രസ്സ് കൊളാബിട്ട് കാരണം നമുക്ക് ഫോട്ടോഷൂട്ട് ചെയ്യണമായിരുന്നു. അപ്പൊ ഞങ്ങള് സാധാരണ പോവാറ് ഏതാണ് വക്ര ബീച്ചിലാണ്, സൂക്ക് ബീച്ചിലാണ് നമ്മൾ പോവാറ്. അപ്പൊ ഇന്ന് വിചാരിച്ചു കുറച്ച് ലോങ് പോവാന്ന്. അങ്ങനെയാണ് ഞങ്ങൾ ഈ ബീച്ചിലെത്തിയത്. നല്ല സൂപ്പർ ബീച്ചാണ്, നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആണെന്ന് തന്നെ പറയാ. നല്ല തണുത്ത വെള്ളാണ്. ഫസ്റ്റ് കയറാൻ നല്ല ചൂടാ, കുറച്ച് ദൂരത്തേക്ക് പോയാൽ നല്ല തണുപ്പാ. ഇതൊരു ഫാർമർ ഉപയോഗിക്കുന്ന സാധനമാണ്. എനിക്ക് ഇതിന്റെ ഇടയിൽ സീഡൊക്കെ ബേബിയും പോയിട്ടുണ്ട് വെള്ളം എടുക്കാനായിട്ട്. ബേബി baby will sit together. Sihara! Come here. അവിടെ കൊറേ ശംഖും പിന്നെ കക്കൊക്കെ കിടക്കണ കാരണം അവിടെ കാല് നടക്കുമ്പോ കുറച്ചൊന്ന് വേദന എടുക്കും. ഏറ്റത്തായിട്ടാണ് അങ്ങനെ കിടക്കുന്നത്. അത് കഴിഞ്ഞാ പിന്നെ ഫുള്ള് വെള്ളം തന്നെയാണ്.
വെള്ളം എടുക്കാവുള്ളേന്ന്. Wait. വെയിറ്റ്. Oh. Sir. കുറച്ചോറേ. ഇത് മണ്ണിട്ടാ. Circle. ആയില്ല. അപ്പൊ മനസ്സിലായില്ല ആ വീഡിയോയില് കാണിച്ചതൊക്കെ ഫേക്കാണ്. ഇവനെയും കൊണ്ട് ദേ അങ്ങോട്ട് പോകുന്നുണ്ട് ഗൈസ്. അവിടെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് 5 ആളും ഇപ്പൊ ഹിറയും കൂടെ പോയിട്ടുണ്ട്. 5 ആളെന്തേ വരുന്നുണ്ട്. ഓരോരുത്തരും ഇപ്പൊ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന. ഡ്രസ്സാണോ? ചിപ്സൊക്കെയാ? ഇല്ല, എടുത്തിട്ടില്ല. അവളുടെ കണ്ണിൽ ഉപ്പ് വെള്ളമായിട്ട് കണ്ണ് പൊത്തി പിടിച്ച് വരികയാണ്. നല്ല മണ്ണാണ്. കാണുമ്പോഴൊന്നും തീരെ പറ്റിപ്പിടിക്കാത്ത നല്ല മണ്ണ്. ലെയറായിട്ടാണ് താഴെ കിടക്കുന്നത്. ഒരാളവിടെ കണ്ണും പൂട്ടി കിടക്കുകയാണ്. കണ്ണൊക്കെ പൂട്ടി വരുന്നുണ്ട്. എന്ത് പറ്റി? ബേബി ഒരു ട്രിപ്പ് വെള്ളത്തിൽ കളിച്ച് വന്ന് പിന്നെയും സാൻഡ് കാസിൽ ഉണ്ടാക്കുകയാണ്. ആണോ ബേബി? ആ. ജാനി. ആ. ചാലു. ഓക്കെ. ആനി. പാർക്കിൽ പോവാ. ഓക്കെ. Okay. Ready? 1, 2, 3. Okay. Oh. Oh. ഏരിയുണ്ട്. പിന്നെ ബാർബിക്യൂ ചുടുന്നവർക്ക് അതിനുള്ള സൗകര്യം ഉണ്ട്. നല്ല ഒരു കാമായിട്ടുള്ളൊരു ബീച്ചാണത്. നല്ല പോലെ ബീച്ചിൽ കിടന്ന് കളിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പോലെ വെള്ളത്തിൽ കളിച്ചു. ഞങ്ങളെല്ലാവരും വന്നിട്ട് കയറി വെള്ളത്തിൽ നിന്ന് ഇനി പോയിട്ട് ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് പോകണം എല്ലാവരും. അതെ, വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ ഭയങ്കര തണുപ്പ്. അതെ, കാറ്റുമുണ്ട്, നല്ല തണുപ്പ്. അപ്പോൾ അവിടെ പോയിട്ട് ഡ്രസ്സ് മാറിയതിൻ്റെ ശേഷം നമുക്ക് തിരിച്ചു പോക്കല്ലേ അവിടെ കളിക്കണല്ലേ ബേബിക്ക്? ഓക്കെ, പാർക്കിൽ കളിക്കണം. ഓ, നിങ്ങളൊക്കെ കളിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം പോയിട്ട് നമുക്ക് ഡ്രസ്സ് മാറാം. അപ്പോൾ നമ്മൾ വാഷ്റൂമിൽ കയറിയിട്ട് തൽക്കാലം ഒന്ന് റെഡി ആയെന്ന് പറയാം. കാരണം വാഷ്റൂമിൽ ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല. അധികം ആളുകൾ വരാത്തത് കൊണ്ടാണെന്നറിയില്ല. മെയിൻ്റനൻസ് ഒക്കെ വളരെ മോശമാണ്. പിന്നെ വെള്ളം ചിലതിൽ വർക്ക് ചെയ്യുന്നില്ല. നമ്മൾ പുറത്തുള്ള ആ ഒരു ഇതിൽ പിള്ളേരെ കുളിച്ചു. ഇവിടെ ഒരു വാഷ്റൂമിൽ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ലൈറ്റില്ല. കാരണം ഇനിയും കുറച്ച് ലേറ്റ് ആവുന്നുണ്ടെങ്കിൽ പിന്നെ ലൈറ്റ് ഇല്ലാണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ
പോകേണ്ടി വരും വാഷ്റൂമിൽ. അപ്പോൾ നമ്മളുടെ തൽക്കാലം പരിപാടികളെല്ലാം കഴിഞ്ഞു. നമ്മൾ പിള്ളേരവിടെ കളിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് കളിക്കാന്നുള്ളതിലാണ്. അപ്പോൾ നേരെ അങ്ങോട്ട് പോവാം. ഷിമിതേ ബാഗ് പിടിച്ചിങ്ങോട്ട് വരുന്നുണ്ട്. വണ്ടി വെച്ച് വേണ അവിടെ വരെ നടക്കണ്ടേ? പിന്നെ ഇവിടെ ഇന്ന് പോരെ, നീ കളിക്കുന്നുണ്ടോ? അതിൽ ഊഞ്ഞാലേക്ക് കയറുന്നുണ്ടാ? ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അവിടെ പോയി പിള്ളേർ കളിക്കണേ നോക്കിയിട്ട് എന്താ ചെയ്യുക, നമുക്ക് നേരെ ഇനി പോവാം. മുടിയൊക്കെ ആകെ ചീത്ത അയ്യാണ്ടില്ലേ, ക്രീമൊക്കെ തേച്ച് മുടിയൊക്കെ നല്ല രീതിയിൽ കിടന്നിരുന്ന. ഇപ്പം അതെല്ലാം പോയി. വളരെയധികം സൈലൻ്റ് ആയി കിടക്കുന്ന പാർക്കാണില്ലേ, ഒരു മനുഷ്യനില്ല കളിക്കാൻ. ഇതേ അതേ വരുന്നു, ഹിറ അതേ വരുന്നു. പിള്ളേരൊക്കെ ഇതിനുള്ളിൽ. അപ്പോൾ വേറെ കോമ്പറ്റീഷനൊന്നും വേറെ ആരുമില്ലാത്ത കാരണം സുഖമായിട്ട് കളിക്കാം. ഒരാളും ഇവിടെ ഇല്ല, സുഖമായിട്ട് കളിക്കാം അല്ലേ? യെസ്, സൂപ്പർ. യെസ് ബേബി. ഓ ഓക്കെ. No, you can't go that way, baby. You have to go from this side. This side. See these steps from here, okay? Go from this side, okay? Yes. Oh, spider web. Hollalo. Okay, go. Yes. Oh, baby, super baby. എവിടാ ചാലു വിടറാ? യെസ്. വാവ്, സൂപ്പർ ബേബി, സൂപ്പർ. വാവ്, നല്ല അടിപൊളി മണ്ണ് കണ്ടില്ല? വാവ്, ദേ വരുന്നു. പാർക്ക് മെയിൻ്റനൻസ് വളരെ കുറവാണ്. കാരണം ഇവിടെ അധികം ആരും വരാത്തത് കൊണ്ടാണ് തോന്നുന്നുണ്ട്. മെയിൻ്റനൻസ് കണ്ടില്ല, മുകളിലൊന്നും അത്ര കുറേയൊക്കെ ചീത്തായി തുടങ്ങി. സ്വിങ്ങൊക്കെ ഇവിടെ ചീത്തായി കിടക്കുന്നു കണ്ടില്ലേ? അതൊന്നും എൻ്റെ അവിടെ പ്രോപ്പർ മെയിൻ്റനൻസ് നടക്കുന്നില്ല. പക്ഷെ ബീച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ബീച്ചാണ്. കളിയൊക്കെ കഴിഞ്ഞ് ബേബി മെല്ലെ നടക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളെല്ലാവരും എന്ത് ചെയ്ത് പാർക്കിൽ നിന്ന് ഇറങ്ങി ബേബിനെ ഫോളോ ചെയ്തിട്ടാണ് പോകുന്നത്. ഇപ്പോൾ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയില്ല. അവന്മാരതേ കളിക്കുന്ന അവിടെ. കരയും. ഇല്ലെങ്കിൽ അവളവിടെ വീട് എടുത്തിട്ട് പറയേ വയ്യാന്ന് പറയും. പിന്നെ നമ്മ അവിടെ വരെ നടന്നു പോയി എടുത്തോണ്ടി വരും. ഇനിയിപ്പോ അവിടെ വരെ നടക്കേണ്ടി വരും. ഫോണോ? അപ്പൊ നമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു 2:20 ഇപ്പൊ സമയം എത്രയായി? ബോൾ എടുക്കാൻ മടി കാണിച്ചെന്നാണ് ജാനി ചാലു. ഹിറ ഗുഡ് ഗേൾ പോയി ബോൾ എടുത്തിട്ട് വന്നു അല്ലേ ബേബി? യെസ്. അപ്പത്തേ നമ്മളുടെ ബീച്ച് ഡേ ഫിനിഷ് ആയി. ഇനിയിപ്പോ നേരെ അടുത്ത പരിപാടി എന്ന് വെച്ചാല് ഇവിടുന്ന് നെഹദി മന്തി അല്ലെങ്കിൽ അഫ്ഗാൻ ബ്രദേഴ്സ് അങ്ങനെ എവിടെ സൂഫി മന്തി അതൊക്കെ നമ്മൾ പോയിട്ടില്ല. അപ്പൊ നെഹദി മന്തി ഒക്കെ ലോക്കലാ. എവിടെ നല്ല അടിച്ച് പൊളിച്ച് ഫുഡ് കഴിക്കാം, അതാണ് അടുത്ത പരിപാടി. അപ്പൊ ഇവിടുന്ന് 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. അപ്പൊ അത് വണ്ടിയിലുള്ള പോപ്കോണും ചിപ്സൊക്കെ ഒരു ഇതൊക്കെ രാവിലെ അല്ല വരുന്ന വഴിക്ക് തന്നെ. ഇനി അതില് ബാക്കി എന്താ ഉള്ളതെന്ന് അറിയില്ല. അതിലിപ്പോ പോണ വഴി കഴിക്കാം. വരുന്നത് 1.5 മണിക്കൂറിന് പകരം ഞങ്ങളൊരു 2-2.5 മണിക്കൂർ എടുത്തിട്ട് എത്തിയത്. അത് സ്വാഭാവികം. നമ്മള് ഫൈനലി നമ്മളുടെ നെഹദി മന്തി ലൊക്കേഷനിലാണ് വന്നത്. അങ്ങനെ അതെ നെഹദി മന്തിയിലേക്ക് ഇപ്പോൾ കയറി പോവാണ്. നെഹദി മന്തി എത്തി. ചാലു ആണ് ഹിറാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ബാക്കി നെഹദി മന്തിയിൽ താങ്ക് യു. വെയിറ്റ് ചെയ്യണോ? ഡ്രസ് കാണോ? അപ്പൊ ഗൈസ് എല്ലാവരും ഫുഡൊക്കെ ഓർഡർ ചെയ്തു.
ഇനി ഫുഡ് വരാൻ വേണ്ടിയുള്ള ക്ഷീണത്തിൽ ഞങ്ങൾ കിടക്കുകയാണ്. ഒരു ലോങ് ഡ്രൈവ് കഴിഞ്ഞാണ്. ടയേർഡാണ്. ഇവരെല്ലാവരും ഉറങ്ങിയത് പോലെയാണ്. ബേബി ചാലൊക്കെ ഉറങ്ങി. സലാഡ് മാത്രമേ എത്തിയിട്ടുള്ളൂ. നമ്മളുടെ ഫുഡ് എത്തി. എല്ലാവരും ദേ ഇവിടെ സെറ്റായിട്ടിരിക്കുന്നു ഫുഡ് കഴിക്കാൻ. എല്ലാവരെയും കഴിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ജ്യൂസ് ഓർഡർ ചെയ്ത് വന്ന ജ്യൂസൊന്നും അവൾക്ക് പറ്റിയില്ല. അവൾക്ക് ഗ്രേപ്പ് ജ്യൂസ് മതി എന്ന് പറഞ്ഞു. സ്ട്രോബെറി ജ്യൂസാണ് അവൾ ചോദിച്ചത്, പക്ഷേ സ്ട്രോബെറി ഉണ്ടായില്ല. അപ്പോൾ അവൾ കുറച്ച് നേരം ആലോചിച്ചിട്ട് ലാസ്റ്റ് ഗ്രേപ്പ് മതി എന്ന് പറഞ്ഞു. എന്നിട്ടിപ്പോൾ ഗ്രേപ്പ് ജ്യൂസാണ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൾ കുടിച്ച് കഴിഞ്ഞിട്ട് വേണം ഇറങ്ങാനായിട്ട്. ഫുഡെല്ലാം അടിച്ചു കഴിഞ്ഞു. ഇനിയപ്പോൾ വീട്ടിൽ പോവാം. റെസ്റ്റ്. ഭയങ്കര ലോങ് ജേർണി ആയിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നവരെല്ലാവർക്കും ബൈ. ബേബി പറഞ്ഞ ബൈ. ബൈ പറ. ഓക്കെ.